ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ആലു ഗോപിയാണ്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈസി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അതിനുവേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് ക്യാബേജ് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുകൊണ്ട് 2 ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് പീസാക്കി വെച്ചിരിക്കുകയാണ്. അതിനി ഒരു ഉള്ളി, അത് ചെറുതായിട്ട് അരിയണ്ട, നമ്മൾ സവോള മുഴുത്തതായിട്ട് കട്ട് ചെയ്യണം. 2 പച്ചമുളക്, 1 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിന് ഞാൻ ഇച്ചിരി ഗരം മസാല ഇടുന്നുണ്ട്, വേറെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. കടുക്, പിന്നെ 2 സ്പൂൺ ഓയിൽ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിക്കാം. ഞാനൊരു പാൻ ചൂടാക്കി. അപ്പോൾ നമ്മുടെ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു വലിയ സ്പൂൺ എണ്ണ ഇതിനകത്ത് ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് പൊട്ടിക്കുകയാണ്. നമ്മൾ ഈ വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇനി ഇതിനകത്തേക്ക് സവോള ചെറുതായിട്ടൊന്ന് വഴഞ്ഞാൽ മതി. ഈ പൊട്ടറ്റോയും ക്യാബേജും വേകുന്ന കൂടത്തിൽ സവോളയും വലിയ കഷ്ണമായിട്ട് തന്നെ കിടന്നോട്ടെ. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതിനോട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത്, 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. ഒത്തിരി വാടണ്ട, ക്യാബേജിനും പൊട്ടറ്റോയ്ക്കും വേഗമുണ്ടതുള്ളൂ. നമ്മൾ ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതിനകത്ത് മസാല ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതിന് വലിയ എരിവില്ല, അതുകൊണ്ട് അത് 1 സ്പൂണ് ചേർക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. ഇതൊന്ന് നല്ലപോലെ നമ്മൾ ഇളക്കി മിക്സാക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും പൊട്ടറ്റോയും ഇതിനകത്ത് ചേർക്കാം. മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് ഈ പൊട്ടറ്റോയും കൂടിയും നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ഈ ഗരം മസാല നമ്മൾ ഈ മൂപ്പിക്കേണ്ട ആവശ്യമില്ല എണ്ണയ്ക്കകത്ത്. അത് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ ഒരു 1/2 സ്പൂൺ ഗരം മസാലയുണ്ട്, ഇതിങ്ങനെ നേരെ നമ്മൾ ഇട്ടാൽ മതി. എണ്ണയ്ക്കകത്ത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടിയും ചേർത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ നമുക്കിത് വേവിക്കണം. ഞാൻ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറിയ തീയിൽ നമ്മളിത് മൂടി വേവിക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിവേപ്പിലയും മല്ലിയിലയും കൂടി ഇതിൻ്റെ കൂടെ ഇടാം. ഇനി ഇതോടെ ചെറിയ തീയിൽ നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ആലു ഗോബി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാൻ പോവുക. നമ്മുടെ ആലു ഗോബി റെഡി ആയിട്ടുണ്ട്.